നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ ആദില നൂറ എന്ന് പറഞ്ഞിട്ട് ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഉയർന്നു വന്നു. അതിൽ ആദിലയും നൂറയും ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അവർക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നില്ല എന്നുള്ളത്. അത് അവരുടെ കുറ്റമാണോ? അപ്പോൾ നമ്മൾ അവരെങ്ങനെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് എതിർക്കുക? ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. വളരെ ഗൗരവപൂർവ്വം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സെക്ഷൽ ഓറിയന്റേഷൻ എന്നുള്ളതാണ് നമുക്ക് ആരോടാണ് ലൈംഗിക അഭിനിവേശം തോന്നുക എന്നുള്ളതിന് നമ്മൾ പറയുന്നതാണ് സെക്ഷൽ ഓറിയന്റേഷൻ. അതിന് ഈ ഹോമോസെക്ഷലുകളായിട്ടുള്ള ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് വാദിക്കുന്ന ആളുകൾ പറയുന്നത്, ഈ ഹോമോസെക്ഷലുകളായ ആളുകളുടെ സെക്ഷൽ ഓറിയന്റേഷൻ അത് അവരുടെ ലിംഗത്തിലുള്ളവരോട് തന്നെയാണ്, അല്ലെങ്കിൽ പെണ്ണിന് പെണ്ണിനോടെ തോന്നുന്നുള്ളൂ, ആണിന് ആണിനോടെ തോന്നുന്നുള്ളൂ. ഇത് അവര് പ്രകൃതിപരമായി തന്നെ അങ്ങനെയല്ലേ, പിന്നെ എങ്ങനെയാണ് ഇത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, പ്രകൃതിപരമായി തന്നെ അങ്ങനെ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മളിത് ഓരോന്നിനെയും കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണം. ആദ്യം കുറച്ചൊക്കെ മുമ്പ് ഇതിങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ ഉത്തരവായിട്ട് വരും, ഗേ ജീൻ എന്ന് പറഞ്ഞൊരു ജീൻ ഉണ്ട്, അത് കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പിന്നീട് ശാസ്ത്രലോകം തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഗേകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹോമോസെക്ഷലുകളായിട്ടുള്ള ആളുകൾക്ക് ഒരു ജീനിന്റെ പിൻബലമുണ്ട്, അതുകൊണ്ടാണ് അവരങ്ങനെ ആകുന്നത്, അഥവാ ജനിതകമായി തന്നെ അങ്ങനെയാണ് എന്ന ഒരു വാദം. അത് പിന്നീട് ശാസ്ത്രലോകം തന്നെ തള്ളിക്കളഞ്ഞതാണ്. വലിയ രൂപത്തിലുള്ള മാസീവായ പഠനങ്ങൾ ആ വിഷയത്തിൽ നടത്തുകയും അങ്ങനെ ഒരു സിംഗിൾ ഗേ ജീൻ ഇല്ല എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ജനിതകമായിട്ടില്ല. പിന്നെ അവർക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ തോന്നൽ അങ്ങനെയേ ഉള്ളൂ എന്നുള്ളതെല്ലാം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ, തൊട്ടു മുമ്പ് പറഞ്ഞ പീഡോഫിലിയക്കാർ, പീഡോഫിലിയ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളോട്, ചെറിയ കുട്ടികളോട് ലൈംഗിക അഭിനിവേശം തോന്നുന്ന ആളുകൾ, അവരെ വിളിക്കുന്നത് പീഡോഫൈലുകൾ എന്നല്ല കേട്ടോ. ഒരു അസോസിയേഷൻ ഉണ്ട്, നോർത്ത് അമേരിക്കൻ മെൻ ആൻഡ് ബോയ് ലവേഴ്സ് അസോസിയേഷൻ, നാംബ്ല എന്നാണ് അതിന്റെ ചുരുക്കപ്പേര്. അത് nambla.com എന്നടിച്ചാൽ നിങ്ങൾക്ക് അവരുടെ സൈറ്റൊക്കെ കാണാൻ പറ്റും. ഈ കുട്ടികളെ പ്രണയിക്കുന്നതിന്റെയും കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെയൊക്കെ വളരെ വിശദമായിട്ടുള്ള ലേഖനങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് എന്താ? അതായത് ബോയ് ലവേഴ്സ് അസോസിയേഷൻ, മെൻ ലവേഴ്സ് അസോസിയേഷൻ എന്നൊക്കെയാണ് അവർ പറയാ. വളരെ നല്ല സുന്ദരമായ പേരുകളാണ്. അവർ പറയുന്നത്, അവരും ഇതേ കാര്യം പറയുന്നത്, ഞങ്ങളുടെ സെക്ഷൽ ഓറിയന്റേഷൻ കുട്ടികളോടേ ഉള്ളൂ, കുട്ടികളെ കാണുമ്പോഴേ ഞങ്ങൾക്ക് സെക്ഷലായ ചിന്തകൾ വരുന്നുള്ളൂ, വലിയവരോട് വരുന്നില്ല. ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ പ്രകൃതിപരമായി തന്നെ ഇങ്ങനെയല്ലേ. വേറെ ചില ആളുകൾ നേരത്തെ പറഞ്ഞു, മൃഗങ്ങളോട് രമിക്കുന്ന ആളുകൾ, അവർ പറയുന്നത് ഞങ്ങൾക്ക് മനുഷ്യന്മാരെ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല, ഞങ്ങൾക്ക് പട്ടിനെ കാണുമ്പോഴേ തോന്നുള്ളൂ, ഞങ്ങൾക്ക് പശുവിനെ കാണുമ്പോഴേ തോന്നുന്നു. മറ്റേ പശു അല്ല കേട്ടോ, ഫെബ്രുവരി 14 മറ്റേ അതല്ല, പശുവിനെ കാണുമ്പോഴേ തോന്നുന്നുള്ളൂ. അതേപോലെ തന്നെ പിന്നെ കുതിരയെ കാണുമ്പോഴേ നമുക്ക് തോന്നുള്ളൂ. ഞങ്ങൾ പ്രകൃതിപരമായി ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? വേറെ കുറെ ആളുകൾ ഇൻസെസ്റ്റ്, എനിക്കെന്റെ ഉമ്മയെ കാണുമ്പോഴേ തോന്നുന്നുള്ളൂ, എനിക്കെന്റെ അമ്മയെ കാണുമ്പോഴേ തോന്നുള്ളൂ, എനിക്കെന്റെ സഹോദരനും സഹോദരിയെയും കാണുമ്പോഴേ തോന്നുന്നുള്ളൂ, ഞങ്ങൾ പ്രകൃതിപരമായി ഇങ്ങനെയല്ലേ, പിന്നെ എന്തു ചെയ്യും എന്ന് ചോദിച്ചാൽ എന്ത് പറയാനുണ്ട്? അവിടെ വളരെ കൃത്യമായ ഉത്തരം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പ്രകൃതിപരമായി എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ ചെയ്യാനുള്ള ലോകമല്ല ഇത്. അങ്ങനെ ഓരോരുത്തർക്കും പ്രകൃതിപരമായി എന്ന് പറഞ്ഞിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നാൽ ഈ സമൂഹം കുട്ടിച്ചോറായി പോകും. അവിടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ധാർമ്മികതയ്ക്ക് ഒരു അടിസ്ഥാനം വെച്ചുകൊണ്ട് ശരിയായത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഹോമോസെക്ഷലുകളായ ആളുകൾ, ചില ആളുകൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷനേ തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ സെക്ഷലി അട്രാക്ഷൻ തോന്നാത്ത ആളുകൾ ഓപ്പോസിറ്റ് സെക്സിനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണം, അത് നിർബന്ധമാണ് എന്നൊന്നും ആരും പറയുന്നില്ല. അങ്ങനെ അട്രാക്ഷൻ തോന്നാത്ത ആളുകൾ അത്തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക, അവർ കല്യാണം കഴിക്കാതിരിക്കുക, അതുപോലെയുള്ള പരിഹാരങ്ങൾ അവർക്കുണ്ട്. അതല്ലാതെ ഈ പ്രവൃത്തി ചെയ്തേ പറ്റൂ എന്നുള്ളത് ആരും പറയുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഉള്ള ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ പ്രകൃതിപരമായി ഇങ്ങനെ തന്നെയാണെങ്കിൽ ഇവർ ജനിക്കുമ്പോൾ തന്നെ പാപികളായിട്ടാണോ ജനിക്കുന്നത് എന്നൊക്കെ മതവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരിക്കലും തന്നെ ഒരാൾക്ക് അങ്ങനെ ചിന്തയുണ്ട് എന്നുള്ളതിന്റെ പേരിൽ മാത്രം ആരും പാപികളാകുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിവിടുന്ന് ഈ പരിപാടി കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു 5000 രൂപ അവിടെ വീണ് കിടക്കുന്നു. ചിലപ്പോൾ എനിക്ക് എന്തുണ്ടാവും? അതിങ്ങ് എടുത്താലോ എന്നുള്ളൊരു തോന്നലുണ്ടാകും. ആ എടുത്താലോ എന്ന ആ തോന്നൽ കൊണ്ട് ഞാൻ കുറ്റക്കാരനാകുന്നത്. ആ എടുക്കുന്നത് തെറ്റല്ലേ? തീർച്ചയായും തെറ്റാണ്. പക്ഷെ ആ എടുത്താലോ എന്നുള്ള തോന്നൽ കൊണ്ട്, എടുത്തെങ്കിൽ നന്നായിരുന്നു, ആ 5000 രൂപ കിട്ടിയെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്ന ചിന്ത കൊണ്ട് ഞാൻ തെറ്റുകാരനാകുന്നില്ല. മറിച്ച് ആ ആക്ഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ തെറ്റുകാരനാകുന്നത്. അതേപോലെ ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണെന്ന്, ഹോമോസെക്ഷൽ ആക്റ്റുകൾ തെറ്റാണെന്ന് മതം പറയുന്നു, യാതൊരു സംശയമില്ല.
സ്വവർഗരതി തെറ്റാകുന്നു, മതപ്രകാരം മതത്തിന്റെ ധാർമ്മികത പ്രകാരം ഹോമോസെക്ഷൽ ആക്ടുകൾ തെറ്റാണ്. എന്നാൽ ഒരാൾക്ക് ഒരു ചിന്തയുണ്ടാകുന്നു, അയാൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ പേരിൽ അയാൾ തെറ്റുകാരനല്ല. അഥവാ അയാൾക്ക് സെക്ഷൽ ഓറിയന്റേഷൻ ഹോമോസെക്ഷൽ ആണ്, അഥവാ സ്വന്തം ലിംഗത്തിലുള്ളവരോട് അവർക്ക് അട്രാക്ഷൻ തോന്നുന്നുണ്ട്, ലൈംഗിക ബന്ധം നടത്തിയാലോ എന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതിന്റെ പേരിൽ അവർ തെറ്റുകാരാകുന്നില്ല. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവർ തെറ്റുകാരാകുന്നത്. ഇത് ഈ ഹോമോസെക്ഷാലിറ്റി മാത്രമുള്ള വിഷയമല്ല, ഏത് വിഷയത്തിലും മതം പറയുന്ന കാര്യം ഇതാണ്. നിങ്ങൾക്ക് പലതും തോന്നും, പലതരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാകും. ആ തോന്നലുകളുടെ പേരിലല്ല നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത്, മറിച്ച് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആരും തെറ്റുകാരായോ അല്ലെങ്കിൽ പാപികളായോ ജനിക്കുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കും.